ഗൈസ്, വെൽക്കം ബാക്ക് ടു yet another വീഡിയോ ഓഫ് collegemunshi.com. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫാം ഡി എന്ന കോഴ്സ് പഠിക്കുന്നതിലൂടെ എന്തെല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, അതുകൂടാതെ എത്രത്തോളം സാലറി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് ഫാം ഡി? ഇനി ഫാം ഡി നമുക്ക് ബാംഗ്ലൂരിൽ ഏതൊക്കെ കോളേജസിൽ പഠിക്കാം, അല്ലെങ്കിൽ കർണാടകയിൽ എവിടെയെല്ലാം പഠിക്കാം, ഇത് പഠിച്ചാൽ എന്തെല്ലാം കരിയർ ഗ്രോത്ത് ആണ് നിങ്ങൾക്കുള്ളത്, കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ആ വീഡിയോസ് ഒന്ന് കാണുക. മാത്രമല്ല ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സും വാട്സപ്പ് ചാനൽ ത്രൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക വാട്സപ്പ് ചാനലിലേക്ക്. കാരണം ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അടുത്ത ഒരു 5 വർഷത്തിനകത്ത് വളരെ ഡിമാൻഡബിൾ ആകാൻ പോകുന്ന ഒരു കോഴ്സാണ് ഫാം ഡി എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ, ഭക്ഷണക്രമം എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു രോഗമെങ്കിലും ഇല്ലാത്ത ഒരാൾ ഉണ്ടാകില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങേണ്ട ഒരവസ്ഥ വരുന്നുണ്ട്. കൂടുതൽ പേരും ഡോക്ടേഴ്സിനെ കാണാൻ മടിച്ചുകൊണ്ട് സ്വയം പ്രിസ്ക്രൈബ് ചെയ്ത് മരുന്ന് കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. ഇനി ചിലര് ഡിഫാം പഠിച്ച ഒരാളിനെ അപ്രോച്ച് ചെയ്ത് കാണാൻ പോകാറുണ്ട്. പക്ഷെ ശരിക്കും അവര് ഡിപ്ലോമ ഇൻ ഫാർമസി ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരു എക്സ്റ്റെൻഡിനപ്പുറത്ത് ഹെൽപ്പ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കില്ല. കാരണം അവർക്ക് ഒരിക്കലും പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. അവിടെയാണ് ഫാം ഡി പഠിച്ചവരുടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അവര് ഒരു ഡോക്ടർ ടൈറ്റിലോളം പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ടൈറ്റിൽ അവർക്ക് കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ നമ്മുടെ പേഷ്യൻസുമായിട്ട് അവർക്ക് ഒരുപാട് ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻസുമായിട്ട് ഡയറക്റ്റ് ഡീലിംഗ് ആണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഫാം ഡി പഠിച്ച ഒരാൾക്ക് നിങ്ങളെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാനും ഏതൊക്കെ മരുന്ന് നിങ്ങൾ എത്രത്തോളം കഴിക്കണമെന്ന് പറഞ്ഞു തരാനും ഒക്കെ സഹായിക്കും. അതായത് മരുന്നുകളുടെ കാര്യത്തിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് ഫാം ഡി പഠിച്ച ആളെന്ന് പറയുന്നത്. +2 സയൻസ് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഫാം ഡി എന്ന് പറയുന്നത്. നിങ്ങൾ +2 സയൻസ് ആണ് പഠിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാം ഡി പഠിക്കാൻ എലിജിബിൾ ആണ്. അത് മാത്രമല്ല, ഇത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സ്കോപ്പുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ക്ലിനിക്കൽ എക്സ്പോഷറും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും ഒക്കെ കിട്ടി പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇതും മറ്റ് മെഡിക്കൽ കോഴ്സുകൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഫാം ഡി പഠിച്ചു കഴിഞ്ഞാൽ എവിടെയെല്ലാം നിങ്ങൾക്ക് ജോലി ചെയ്യാം, അല്ലെങ്കിൽ എവിടെയെല്ലാമാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇനി അതിനു മുന്നേ നിങ്ങൾക്ക് ഇന്ത്യക്കകത്തും പുറത്തും ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉറപ്പായിട്ടും ഉണ്ട്. എന്നാൽ എബ്രോഡാണ് കുറച്ചുകൂടി ഹൈ സാലറി കിട്ടി കുറച്ചുകൂടി നിങ്ങൾക്ക് ജോബ് എക്സ്പോഷർ കൂടുതൽ കിട്ടുന്നത്. കാരണം എബ്രോഡാണ് ഒരുപാട് ആൾക്കാർ പോയി ഈ ഒരു ജോലി ചെയ്യുന്നത് നമ്മൾ കാണാറുള്ളത്. എന്ന് വെച്ചാൽ നാട്ടിൽ നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്നല്ല, നാട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എബ്രോഡ് കുറച്ചുകൂടി ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചു പേര് ജോബ് ചൂസ് ചെയ്യുന്നതും കുറച്ചു പേര് ഹയർ സ്റ്റഡീസിന് പോകുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ ക്ലിനിക് അല്ലെങ്കിൽ മെഡിസിനൽ കെമിസ്ട്രി തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഹയർ സ്റ്റഡീസിൽ പോകുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ജോബിന് പോകുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ജോബ് അവർക്ക് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹോസ്പിറ്റൽസ്, ഡ്രഗ് സ്റ്റോഴ്സ്, ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, സ്പോർട്സ് സെന്റേഴ്സ്, drug advisor, pharmacologist, clinical pharmacist, clinical research associate, data analyst, lecturer, medical writer, ഡ്രഗ് റൈറ്റർ. ഇവിടെ എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ല് യൂസ് ചെയ്ത് ജോബിന് ചേരാവുന്നതാണ്. അതുപോലെ തന്നെ വളരെയധികം സാധ്യതകൾ ഉള്ള ഒരു കോഴ്സ് കൂടിയാണ്. അപ്പോൾ ഒരിക്കലും ഈ ഒരു കോഴ്സ് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരുപാട് ചാൻസസ് അല്ലെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്നു അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിക്കുക എന്നുള്ളത്, ഈ ഒരു കോഴ്സ് പഠിക്കുക എന്നുള്ളത്. ഇനി ഇതിൻ്റെ സാലറി എക്സ്പെക്ടേഷൻസ് നിങ്ങൾക്ക് എത്രത്തോളം വയ്ക്കാവുന്ന കൂടി നമുക്കൊന്ന് നോക്കാം. നിങ്ങളൊരു എൻട്രി ലെവലിലുള്ള ആളാണ് െന്നുണ്ടെങ്കിൽ 25,000 മുതൽ 30,000 വരെ നിങ്ങൾക്ക് മാസം ഒരു സാലറി എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഇനി മിഡിൽ ലെവലിലുള്ള ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 60 to 70 വരെ സാലറി എക്സ്പെക്ട് ചെയ്യാം. ഇനി സ്പെഷ്യലൈസ്ഡ് ലെവലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ 90 to 1 lakh വരെ നിങ്ങൾക്ക് സാലറി പ്രതീക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇതെല്ലാം വേരി ചെയ്യാം. അതായത് ഇത് ഇന്ത്യയിലെ കണക്കാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് എബ്രോഡ് പോകുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ സാലറി എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ കറണ്ട് മാർക്കറ്റിംഗ് ഡിമാൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പെഷ്യലൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ, റീജിയൻ കാര്യങ്ങളെല്ലാം വെച്ച് ഈ സാലറിക്ക് ഫ്ലക്ച്വേഷൻസ്, അതായത് മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഫാം ഡിയെ പറ്റി ഇപ്പോൾ നിങ്ങൾക്ക്, അതായത് ഫാം ഡി പഠിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം സാലറി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ചൂസ് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഈ വീഡിയോ മൈൻഡിൽ വെക്കുക. നിങ്ങളുടെ ചൂസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾ റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. കൂടാതെ കൂടുതൽ അപ്ഡേഷൻസിന് ഞങ്ങളുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക.